മണിക്ക് ബസ് സ്റ്റാൻഡ് മൊത്തം കറുത്ത പുകയായിരുന്നു. പെട്ടെന്ന് തന്നെ തീ അണച്ചുകൊണ്ട് വലിയൊരു ദാരുണമായ സംഭവം ഒഴിവാക്കി കിട്ടി. അല്ലെങ്കിൽ തൊട്ടടുത്തെല്ലാ ഷോപ്പുകൾക്കും തീപ്പെടുന്നതാണ്. വടകരയിൽ മൊബൈൽ ഷോപ്പിൽ വൻ തീപിടുത്തം. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ടെലിവേൾഡ് മൊബൈൽ ഷോപ്പിലാണ് പുലർച്ചെയോടെ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ ഏകദേശം 3 മണിയോടെയാണ് കടയ്ക്കുള്ളിൽ നിന്ന് വൻതോതിൽ കറുത്ത പുക ഉയരുന്നത് പരിസരത്തുണ്ടായിരുന്ന ബസ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇവർ മൊബൈൽ ഷോപ്പ് ഉടമയായ രാജേഷിനെയും നാട്ടുകാരെയും മറ്റും വിവരമറിയിച്ചു. ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി ഉടനടി തീ അണച്ചതിനാൽ സമീപത്തുള്ള മറ്റു കടകളിലേക്ക് തീ പടരാതെ ഒഴിവാവുകയായിരുന്നു. അപകടത്തിൽ കടയുടെ ഇന്റീരിയറും കമ്പ്യൂട്ടർ സിസ്റ്റം, ഇൻവെർട്ടർ, CCTV തുടങ്ങിയ സംവിധാനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് നിഗമനം. ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 3 മണിക്ക് ബസ് സ്റ്റാൻഡ് മൊത്തം കറുത്ത പുകയായിരുന്നു. അപ്പം ബസ് കഴിയുന്ന ഒരാൾ കണ്ടെന്നാണ് വിവരം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വരികയും ഇവിടെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന സൈറ്റ് വിവരമറിഞ്ഞ് രാജേഷിനെയും ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും എത്തി ഫയർഫോഴ്സ് വന്ന് അങ്ങനെയാണ് തീ അണിച്ചത്. പക്ഷേ തീ പുറത്ത് പടർന്നിട്ടില്ല. ഉള്ളിലാണ് ഏകദേശം എനിക്ക് 12 മണിക്കോളം തീ പിടിച്ചിട്ടുണ്ടാകും. അത് 3 മണിയായപ്പോഴാണ് കംപ്ലീറ്റ് പുറത്ത് കറുത്ത പുക വരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ തീ അണച്ചുകൊണ്ട് വലിയൊരു ദാരുണമായ സംഭവം ഒഴിവാക്കി കിട്ടി. അല്ലെങ്കിൽ തൊട്ടടുത്തെല്ലാ ഷോപ്പുകൾക്കും തീപ്പെടുന്നതാണ്. എന്തായാലും വളരെയേറെ ദുഃഖകരമായ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഏകദേശം ഒരു 3 ലക്ഷം റുപ്യൻ്റെ നഷ്ടം ഉണ്ടാവും. കംപ്ലീറ്റ് ഇന്റീരിയർ കംപ്ലീറ്റ് പോയി. സിസ്റ്റം ഉണ്ട്, CCTV ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഇത് ഓഫാക്കാണ്ട് വെച്ചത്. ഇൻവെർട്ടർ ഉണ്ടല്ലോ, ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത എന്നാണ് നിഗമനം. കടേൻ്റെ രാജേഷിനെ പഠനത്തിനൊപ്പം ആത്മവിശ്വാസവും നല്ല സൗഹൃദങ്ങളും മനോഹരമായ ക്യാമ്പസ് ജീവിതവും വിജയകരമായ ഭാവിക്കുള്ള ശക്തമായ അടിത്തറ. ബുസ്താനിയ വിമൻസ് കോളേജ്, വടകര. ടുമാറോസ് ലീഡേഴ്സ് ബിഗിൻ ഹിയർ. അഡ്മിഷൻസ് ഓപ്പൺ.